ഹലോ, ജെജിമാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും ഈദൊക്കെ അടിപൊളിയായിരുന്നില്ലേ? നമ്മുടെ വീട്ടിലും ഈദ് നല്ല അടിപൊളിയായിരുന്നു. ഈദിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഈദിന് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് റിലേറ്റീവ്സൊക്കെ വീട്ടിൽ വരും. രാവിലെ ഒരു 8:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 12 മണി വരെ അങ്ങനെ ഗസ്റ്റാണ്. അപ്പോൾ എല്ലാ ഈദിനും വീട്ടിൽ ജുജുമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കും. അപ്പോൾ വരുന്നവർക്കൊക്കെ അറിയാം ഉറപ്പായിട്ടും സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാവും എന്ന്. അപ്പോൾ ഈ ഇതിന് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ തുറക്കലപ്പം ഇല്ലേ, നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള തുറക്കലപ്പം, അതും ഒപ്പം തന്നെ ചിക്കൻ നൂൽ റാപ്പ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഈ ചിക്കൻ നൂൽ റാപ്പിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. തുറക്കലപ്പം നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. അതിൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ നൂൽ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 പൊട്ടറ്റോയും 1 ക്യാരറ്റും 2 സവോളയും 5 പച്ചമുളക് പിന്നെ ചിക്കൻ 1 കപ്പ് വേവിച്ചെടുത്തത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ചിക്കൻ നൂൽ റാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്നാക്കാണ്. ആ കഴിച്ച സ്നാക്ക് ഉമ്മാക്ക് പിന്നെ നമുക്കറിയാലോ, എന്തെങ്കിലും സ്നാക്ക് സ്പെഷ്യലായിട്ടുള്ളത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതെങ്ങനെ നമ്മുടേതായൊരു രീതിയിൽ പൊടിക്കൈകളൊക്കെ ചേർത്ത് കുറച്ചും കൂടെ വെറൈറ്റി ആക്കിയിട്ടാണ് ജുജുമ്മ അത് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉമ്മാക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് റെസിപ്പി ടേസ്റ്റ് ചെയ്തിട്ട് അത് ഇന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ വരുന്നതെന്നൊക്കെ മനസ്സിലാവുന്നതെന്ന്. അതൊരു പ്രത്യേക കഴിവല്ലേ. എന്നാൽ കറക്റ്റ് അതേ ടേസ്റ്റ് ആയിരിക്കും ചെയ്യും. അങ്ങനെ ജുജുമ്മ ഉണ്ടാക്കി തന്നതാണ് നമുക്ക് ഈ ചിക്കൻ നൂൽ റാപ്പ്. അപ്പോൾ ഇതേപോലെ തന്നെ പൊട്ടറ്റോയും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കറിയാലോ, ഒന്ന് പച്ചവെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുത്താലാണ് കറക്റ്റ് നല്ല വിട്ടിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അതും ആദ്യം സവാള വഴറ്റിയിട്ട് അതിലേക്ക് പച്ചമുളക് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. 2 സവോളയാണ് ആദ്യം ഇടുന്നത്, പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ പൊട്ടറ്റോ 2 എണ്ണവും ക്യാരറ്റ് 1 എണ്ണവും ഗ്രേറ്റ് ചെയ്തത് നല്ലതുപോലെ ഇത് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത് മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് പെപ്പർ പൗഡറും ഗരം മസാലയാണ്. രണ്ടും ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇടേണ്ടത് കേട്ടോ. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും വേണം. അങ്ങനെ ഇത്രയും ഐറ്റംസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, അത്രയും ചേർത്തിട്ടാണ് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കുന്നത്. ലാസ്റ്റ് നമ്മളതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ. അങ്ങനെ വെള്ളം ഇതായിട്ട് നിൽക്കാൻ പാടില്ല, നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം മസാല. അടുത്തതായിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 മുട്ടയും ആണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം കേട്ടോ, നോക്കിയിട്ട് എടുക്കണം. എന്നാലും ഏകദേശം ഒരു 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ്. നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തേക്കുക. അപ്പോൾ ഒട്ടും കട്ടയുണ്ടാവില്ല. എന്നിട്ട് വേണ്ടത് എന്താ വെച്ചാലേ, ഒരു കുപ്പി, ഇതേപോലത്തെ ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂടിയിലേക്ക് ഒരു 5 or 6 ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ ഇടാൻ എളുപ്പം അറിയാലോ, ഈ നമ്മുടെ ഈ പപ്പടം കുത്തുന്ന അതല്ലെങ്കിൽ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള നൈഫില്ലേ, ഒന്ന് ചൂടാക്കിയിട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോളിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ ബാറ്റർ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടുള്ള പാൻ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇതുപോലെ ആ ബാറ്റർ നൂല് പോലെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക.
ചുറ്റി 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 നൂല് പോലെ ആക്കിയെടുക്കുക. ഇത് വേഗം വെന്ത് കിട്ടും കേട്ടോ. കാര്യം ഇങ്ങനെ ഇത്രയും കട്ടി കുറച്ചിട്ടാണ് ഇതേപോലെ ആണ് നമ്മൾ ചുറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ നൂല് പോലെയുള്ള ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. അതേപോലെ ബാറ്റർ കംപ്ലീറ്റ് ആവുന്നത് വരെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അങ്ങനെ വേഗം പെട്ടെന്ന് ആയി കിട്ടും. നമുക്ക് സ്പീഡിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് സ്പീഡിൽ ഇതുപോലെ ചുറ്റിച്ച് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഫുൾ ബാറ്ററും റെഡിയാക്കി എടുക്കുക. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല ഈ നമ്മുടെ ഓരോ അപ്പത്തിൻ്റെ അകത്തും വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. ഒരു ഒന്നര ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ വേണം ആക്കിയെടുക്കാൻ. ഇതേപോലെ വേണം റോൾ ചെയ്യാൻ കേട്ടോ. നേരെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അപ്പോൾ ഇതേപോലെ വേണം റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേപോലെ തന്നെ എല്ലാ അപ്പവും ഉള്ളിൽ മസാല വെച്ചിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കും. എന്നിട്ട് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഗീ തടവിയിട്ട് ഒരു പാനിൽ എന്നിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. അപ്പം നല്ല ഇത്തിരി കൂടെ ഒന്ന് മുരിഞ്ഞിട്ടും കൂടെ കിട്ടും. നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉമ്മ ഇങ്ങനെ ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു ഈ ഒരു ഐറ്റം. അങ്ങനെയുള്ള കുറേ വെറൈറ്റി സ്നാക്സൊക്കെ ആയിരുന്നു നമുക്ക് ഇഫ്താറിന് ഉണ്ടായിരുന്നത്. ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള സ്നാക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതും തുറക്കലപ്പവും വെച്ചിട്ടാണ് നമ്മൾ ഗസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ചിന് ബിരിയാണി ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത്രയായിരുന്നു നമ്മുടെ ഈദിൻ്റെ ഫുഡ് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇത് മൾബറിയാണ് കേട്ടോ, നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള മൾബറിയാണ്. കുറേ ഉണ്ടാവും ഇങ്ങനെ. അത് പഴുത്ത് വരുമ്പോൾ ലാസ്റ്റ് ഈ ഒരു ബ്ലാക്ക് കളറിലേക്കായിട്ട് വരും. കുറേ ഉണ്ടാവും ഇങ്ങനെ. നമുക്ക് ഇങ്ങനെ ഓരോ ദിവസവും കുറേ പൊട്ടിക്കാനായിട്ട് ഉണ്ടാവും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അറിയാലോ, എന്തായാലും ഇത് നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ബെറീസ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലതല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാനും മറന്നു പോകരുത്. അപ്പം ഞാൻ പറഞ്ഞ ആ ഗീ ഒഴിച്ചിട്ട് മൊരിച്ചെടുക്കുന്ന പോർഷൻ ഇങ്ങനെയാണ് വരിക. പാനിൽ ഇതുപോലെ ഗീ കുറച്ച് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മടക്കി എടുത്തിട്ടുള്ള ആ നൂൽ റാപ്പ് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ അപ്പുറം ഇപ്പുറം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. ഉപ്പ വരുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇതുപോലത്തെ കുറേ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് ഉമ്മ ഇതുപോലെ നമുക്ക് പരീക്ഷിച്ച് നല്ല വിജയിച്ച് നമുക്ക് ഉണ്ടാക്കിത്തരും. അങ്ങനെ ഇഷ്ടപ്പെട്ട സ്നാക്കുകളിൽ ഒന്നാണ് ഈ ചിക്കൻ നൂൽ റാപ്പ്. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുകയാണ്. വേഗം തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.